എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് 2026-27 വർഷത്തേക്കുള്ള പുതിയ സംസ്ഥാന സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള മിഷൻ സമുദ്ര പോലുള്ള വൻപൻ പദ്ധതികളൊക്കെ തന്നെ പുതിയ ബജറ്റിലുണ്ട്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ സർക്കാർ അവതരിപ്പിച്ച ചില ആനുകൂല്യ പദ്ധതികൾ തുടർന്ന് പോകുന്നതിനുള്ള ഫണ്ട് പുതിയ ബജറ്റിൽ നൽകിയിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 18 ലക്ഷത്തോളം വരുന്ന 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനാണ്. അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് മത്സര പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നതിനായിട്ട് മാസം 1000 രൂപ വീതം ലഭിക്കുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനും ഈ ഒരു ബജറ്റിൽ ഫണ്ട് അനുവദിച്ചിട്ടില്ല. ഇതോടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ച മാസം 1000 രൂപ വീതം ലഭിക്കുന്ന ഈ രണ്ട് ക്ഷേമ പദ്ധതികളും മരവിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ജൂൺ മാസത്തെ ഉൾപ്പെടെ ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം അക്കൗണ്ടിൽ വരുന്നതല്ല. കഴിഞ്ഞ 2 മാസങ്ങളിലും ഈ ഒരു ആനുകൂല്യം അക്കൗണ്ടിൽ വന്നില്ലായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന നാളുകളിൽ വോട്ട് ലഭിക്കുന്നതിനായി കൊണ്ടുവന്ന പദ്ധതി എന്ന നിലയിൽ മാത്രമല്ല ഇവയ്ക്ക് ഫണ്ട് അനുവദിക്കാത്തത്. ഈ പദ്ധതിയിലെ ഗുണഭോക്താക്കളിൽ ഒട്ടേറെ അനർഹർ ഉണ്ടെന്ന റിപ്പോർട്ട് സർക്കാരിന് എത്തിയിരുന്നു. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പലർക്കും നല്ല ജോലിയും സാമ്പത്തിക ശേഷിയും ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് സർക്കാരിലേക്ക് പലരും എത്തിച്ചിരിക്കുന്നത്. നല്ല സാമ്പത്തിക ശേഷിയുള്ള വീടുകളിൽ നിന്നുള്ളവരും ഗുണഭോക്തൃ പട്ടികയിലുണ്ട്. നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ളവയൊന്നും ഇതിൽ അംഗമാകുന്നതിന് പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി മൊത്തം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി ഗുണഭോക്താക്കളുടെ അർഹത കൃത്യമായിട്ട് പരിശോധിച്ച് പദ്ധതിയിൽ ഭാവിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇത് നിർത്തിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. സർക്കാരിന്റെ മുൻഗണന 6 മാസം കൊണ്ട് 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കുന്നതിലാണ്. 25 ലക്ഷത്തിന്റെ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതി, അതോടൊപ്പം തന്നെ സൗജന്യ KSRTC യാത്ര, വിദ്യാർത്ഥികൾക്ക് 1000 രൂപ, അങ്ങനെയുള്ള പദ്ധതികൾ 6 മാസത്തിനുള്ളിൽ തന്നെ സർക്കാരിന് ആരംഭിക്കേണ്ടതാണ്. അതിനാൽ തന്നെ അധിക ബാധ്യതയാകുന്ന പദ്ധതികൾ തൽക്കാലം മരവിപ്പിക്കാനുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. അധികാരത്തിലേറി 1 മാസം പിന്നിടുമ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന പദ്ധതികൾ ഒഴിവാക്കുവാനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. 35 വയസ്സിന് മുകളിലുള്ളവർക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത ഉള്ളതിനാൽ ഈ പെൻഷൻ പദ്ധതികൾ ഖജനാവിന് നഷ്ടമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ 2 പദ്ധതികളുടെയും തുടർ നടപടികളെ കുറിച്ചോ വിതരണത്തെക്കുറിച്ചോ സർക്കാരിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്ത് നിന്ന് പുതിയ അറിയിപ്പുകൾ ഉണ്ടായാൽ കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.